ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ നിര്യാതനായിട്ട് ജൂലൈ 5-ന് 31 വർഷം പൂർത്തിയാകുന്നു. ബഷീറിൻ്റെ സഹോദരിയുടെ മകളും വിഖ്യാതമായ പാത്തുമ്മയുടെ ആടിലെ കഥാപാത്രവുമായ ഖദീജയ്ക്ക് മറക്കാനാവാത്ത ഒരുപിടി ഓർമ്മകളാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീർ രഹസ്യമായി കമ്മൽ വാങ്ങിച്ചു നൽകിയതും മറ്റാരും അറിയരുത് എന്ന് രഹസ്യമായി പറഞ്ഞതും ഖദീജ ഓർത്തെടുക്കുന്നു. അന്ന് തനിക്ക് 4 വയസ്സായിരുന്നു പ്രായമെന്നും സഹോദരങ്ങളിൽ ഉമ്മ പാത്തുമ്മയോടും തന്നോടുമായിരുന്നു മാമയ്ക്ക് ഏറെ വാത്സല്യമെന്നും ഖദീജ പറയുന്നു. ബഷീറിനെ കാണാൻ വലിയ സാഹിത്യകാരന്മാരും സാധാരണക്കാരും ഒക്കെ ദൂരെ ദിക്കുകളിൽ നിന്നും വരുമായിരുന്നു. വീട്ടിൽ ആര് വന്ന് കയറിയാലും മാമ അവരോട് ആദ്യം ചോദിച്ചിരുന്നത് ഭക്ഷണം കഴിച്ചോ എന്നായിരുന്നുവെന്ന് ഖദീജ പറയുന്നു. ഇമ്മിണി ബല്യ ഒന്നിൻ്റെ നാട്ടിലേക്ക് എന്ന് പേരിട്ട് വായനോത്സവത്തിലും ബഷീർ അനുസ്മരണത്തിനുമായി തലയോലപ്പറമ്പിലെ തൻ്റെ വീട്ടിലെത്തിയ പാലാ സഫലം 55+ അംഗങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഖദീജ. ബഷീർ കഥാപാത്രങ്ങളുടെ വേഷം കെട്ടിവന്ന എറണാകുളം ദാറുൽ ഉലൂം HSS LP സ്കൂളിലെ കുരുന്നുകളും മുതിർന്നവർക്കൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. ബഷീർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പഴയ ഗാനങ്ങളും ഗസലുകളും എല്ലാവരും ചേർന്ന് ഏറ്റുപാടി. രവി പാല ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സാഹിത്യകാരൻ ചാക്കോ സി പൊരിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സഫലം സെക്രട്ടറി VM അബ്ദുള്ള ഖാൻ, സഫലം മാഗസിൻ എഡിറ്റർ രവി പുലിയന്നൂർ, PS മധുസൂദനൻ, ജോണി പ്ലാത്തോട്ടം, ഉഷാ ശശിധരൻ, ഡോക്ടർ ഗ്ലോറി മാത്യു, ബാലകൃഷ്ണൻ നായർ, സജിത്ത് ഇബ്രാഹിം, ജസീർ തലയോലപ്പറമ്പ്, നൗഫിയ ജസീർ എന്നിവർ പ്രസംഗിച്ചു. ബഷീർ കഥാപാത്രങ്ങളായ ഖദീജ, സയ്യിദ് മുഹമ്മദ് എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു.